ഇതിൽ മുട്ടുകളുണ്ടായി ഒരു 10-20 ദിവസം കഴിയുമ്പോഴാണ് ഇതിൽ പൂക്കൾ വിരിയാറ്. സന്ധ്യാസമയത്തോടു കൂടിയാണ് ഇത് വിരിയാൻ തുടങ്ങുന്നത്. ഒരു 6-7 മണിയാവുമ്പോൾ തൊട്ട് ഇത് വിരിയാൻ തുടങ്ങും. എന്നിട്ട് ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞു കഴിയുന്നത് ഒരു 12 മണി 1 മണിയോട് കൂടിയാണ്. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ ഫ്ലവർ വാടി നിൽക്കുന്നത് കാണാം. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഈ പൂവിന് ആയുസുള്ളൂ. ഈ പ്ലാന്റ് നടാനായിട്ട് നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലം വേണമെന്നില്ല. കാരണം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് മാറുന്നത് കാണാം. അതുകൊണ്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് സൺലൈറ്റ് ആണ് ഈ ചെടിക്ക് ഏറ്റവും അനുകൂലം. ഇനി ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലായിരിക്കണം. നടീൽ മിശ്രിതത്തിൽ നമുക്ക് മണ്ണ്, മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, കൊക്കോപീറ്റ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഈർപ്പം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്, അതുകൊണ്ട് തന്നെ കൊക്കോപീറ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.